നെഞ്ചിൽ തല വെച്ചിട്ടുണ്ട്. ഞാൻ തലകളൊക്കെ എന്റെ കുട്ടി എന്റെ തെക്കരയും എന്റെ തെക്ക് തെക്കരും ഇതൊക്കെ കത്തിച്ചു തന്നു കുറച്ചുകൂടെ പഠിക്കുന്നു. തെക്കില്ല എന്റെ തൊന്നരി കുട്ടികളെ എനിക്കിപ്പോ എന്താ വേണ്ടത്? സന്ധ്യയെല്ലാം കാണാനൊക്കെ ഇതെല്ലാം പറഞ്ഞല്ല ഡ്രസ്സൊക്കെ ആയിട്ട് മതിയാണെന്ന് കാണിച്ചതാണ്. എന്നിട്ട് മുന്നോട്ട് കയറി കിടക്കുന്നുണ്ട്. രണ്ട് സന്ധ്യ പിടിച്ചു എല്ലാവരും മൊത്തം ഉണ്ടെന്ന് നടത്തി കണ്ണിക്കായിട്ട് ഓ ഒരു ബാൻഡ് തന്നെ കഴിച്ച് കഴിച്ചിട്ടില്ല. ഒരു പെൺകുട്ടിയുടെ മാനസിക വില പറഞ്ഞ അധികാരത്തിൽ വന്ന ഒരു സർക്കാർ, ആ സർക്കാരിലെ ഒരു ഭരണാധികാരി, അതും ഒരു മന്ത്രി തന്നെ ഇത്തരത്തിൽ ഒരു ധീരമായ കൃത്യമെന്ന് തന്നെ പറയേണ്ടി വരും. ഒരു വീട്ടമ്മയോട്, അഭയം തേടിയെത്തിയിരുന്ന ഒരു വീട്ടമ്മയോട് ഇത്രയും മോശമായ ഭാഷയിൽ സംസാരിച്ചത് ഒരു പക്ഷേ കൊച്ചു കുഞ്ഞുങ്ങളുള്ളവർ അവരെ ഈ ടെലിവിഷൻ ദൃശ്യത്തിന് മുന്നിൽ നിന്ന് മാറ്റേണ്ടി വരുമെന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും. കൂടുതൽ ദൃശ്യങ്ങൾ, ഒരുപക്ഷെ ഇത് സംബന്ധിച്ച കൂടുതൽ ഓഡിയോ ക്ലിപ്പുകൾ ഞങ്ങൾക്ക് കേൾപ്പിക്കേണ്ടതുണ്ട്. കൊച്ചുകുട്ടികളെ ദയവായി അതുകൊണ്ട് ഈ ടെലിവിഷൻ സ്ക്രീനിന് മുന്നിൽ നിന്ന് മാറ്റേണ്ടി വരും. ഒരു മന്ത്രി ആയതുകൊണ്ട് മാത്രമാണ് ഇത് എഡിറ്റ് ചെയ്യാതെ ഞങ്ങൾക്ക് കാണിക്കേണ്ടി വന്നത്. ഞങ്ങൾക്ക് അതിന് ഖേദമുണ്ട്. പക്ഷെ ഇത്തരക്കാരെ ദൃശ്യമാധ്യമത്തിലൂടെ പുറത്തുകൊണ്ടുവരാൻ ഞങ്ങൾക്ക് ഇങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും. ഒരുപക്ഷെ ഒരു മന്ത്രി ഇത്തരത്തിൽ ഒരു അഭയം തേടിയെത്തിയ ഒരു വീട്ടമ്മയോട് ഇങ്ങനെ പെരുമാറുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ആ ശബ്ദം കേട്ടതാണ്. ഇവിടെ നിങ്ങൾ അതിഥികളുടെ ഒരു പ്രതികരണം കണ്ടതാണ്. ധന്യ മുഖം നോക്കിയിരിക്കുന്നത് കണ്ടു. ഒരുപക്ഷെ ഇതാരാണ് ഈ മന്ത്രി എന്ന് പറയാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ സാധിക്കുമെന്ന് തോന്നുന്നു, ധന്യക്ക് പറയാൻ സാധിക്കുമെന്ന് തോന്നുന്നു. എനിക്ക് ഈ ശബ്ദം കേട്ടിട്ട് മനസ്സിലായി. ഞാൻ ആകെ ഷോക്കായിപ്പോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സാമൂഹ്യ തീർച്ചയായും ധന്യ, ഒരു നിമിഷം ധന്യയിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ നമ്മുടെ ക്രൈം റിപ്പോർട്ടർ, ക്രൈം ലേഖകൻ ജയചന്ദ്രൻ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ജയചന്ദ്രൻ, ഒരുപക്ഷെ കേരളം ഞെട്ടിയിരിക്കുന്ന അക്ഷരാർത്ഥത്തിൽ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ ഇത് നാണക്കേടായി മാറി, കേരളം തലകുനിക്കണം. ഈ ഒരു വാർത്തയുടെ വിശദാംശങ്ങൾ ഒരുപക്ഷെ പ്രേക്ഷകർക്കായി പറയേണ്ടി വരും. ജയചന്ദ്രൻ, ജനാധിപത്യവും മനുഷ്യത്വവും തലകുനിക്കേണ്ടി വരുന്ന നിർഭാഗ്യകരമായ ഒരു സംഭവത്തിലേക്കാണ്, ഒരു വാർത്തയിലേക്കാണ് മംഗളം ടെലിവിഷൻ ഇപ്പോൾ പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത്. ജനങ്ങൾ തനിക്ക് നൽകിയ അധികാരം നിരാനന്ദയായ ഒരു സ്ത്രീയുടെ ജീവിതത്തിന് മേലെ, അവരുടെ വ്യക്തിത്വത്തിന് മീതെ, അന്തസ്സിന് മേലെ ക്രൂരമായി കാമാസക്തിയോടെ പ്രയോഗിക്കുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്നത്. ലക്ഷ്മി, മനുഷ്യ മനസ്സിനെ വേട്ടയാടുന്ന, നൊമ്പരപ്പെടുത്തുന്ന ഒരു ചോദ്യം നമുക്ക് ചുറ്റും ഉയരുന്നു. നീതി തേടി, അഭയം തേടി ഒരു ഭരണാധിപന്റെ അടുത്ത് നിവേദനവുമായി എത്തുന്ന ഈ സ്ത്രീക്ക് എന്തിനെന്ത് സംഭവിച്ചു? നിവേദനത്തിന് ആവശ്യം അത് എന്തുമായിക്കൊള്ളട്ടെ, അത് നിറവേറ്റാൻ പ്രതിഫലമായി അവളുടെ ശരീരം ചോദിച്ച മന്ത്രിയുടെ ശബ്ദമാണ് ഇവിടെ കേൾക്കുന്നത്. ലക്ഷ്മി, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം, ജിഷ സംഭവം ഉയർത്തിക്കാണിച്ച് സ്ത്രീ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകുമെന്ന് പറഞ്ഞ അധികാരത്തിലേറിയ മന്ത്രിസഭയിലെ ഒരു പ്രമുഖ അംഗം തന്നെയാണ് ഈ വൃത്തികേടിന് മുതിർന്നിരിക്കുന്നത്. പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകൾ പരാതിയുമായി രംഗത്ത് വന്നാൽ ഇന്ന് അവർ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുമെന്നാണ് ഭരണാധികാരികളും നിയമപാലകരും പറയുന്നത്. എന്നാൽ നിവേദനവുമായി പോയ ഒരു
സ്ത്രീക്ക് അധികാരത്തിന്റെ തലപ്പത്തപ്പിൽ നിന്ന് നേരിട്ട ഈ സംഭവം ക്ഷണികമായ ഞെട്ടലല്ല, മാറാവേദനയാണ് ലക്ഷ്മി ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അധികാരത്തിന്റെ ചൂട് പറ്റിയിരുന്നുകൊണ്ട് സ്ത്രീ ശരീരത്തിന്റെ ചൂടിന് വേണ്ടി കൂടി ദാഹിക്കുന്ന ഈ മന്ത്രി തനിക്ക് വഴങ്ങിയാൽ തന്റെ അധികാരത്തിന് അപ്പുറമുള്ള എന്തും നൽകാമെന്ന് വില പറഞ്ഞുകൊണ്ടാണ് പീഡനം തുടരുന്നത്. രാപ്പകലില്ലാതെ ടെലഫോൺ സെക്ഷന് വേണ്ടി സ്ത്രീയെ നിർബന്ധിക്കുന്ന മന്ത്രി അതിനപ്പുറവും ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിനെക്കുറിച്ച് പറയാൻ ഈ യുവതിക്ക് പേടിയാണ്. അക്കാര്യങ്ങൾ വെളിപ്പെടുത്തരുതെന്ന അവരുടെ അപേക്ഷയെ മംഗളം ടെലിവിഷൻ മാനിക്കുന്നു. ലക്ഷ്മി, തീർച്ചയായും ജയചന്ദ്രൻ വ്യക്തമാണ്. നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി ആ ശബ്ദത്തിലേക്ക് പോകേണ്ടതുണ്ട്, ആ ഓഡിയോ ക്ലിപ്പിലേക്ക് പോകേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്. പക്ഷെ 3 മിനിറ്റുള്ള ഈ ഓഡിയോ ക്ലിപ്പ് കേട്ടപ്പോൾ പലരും മുഖം പൊട്ടുകയാണെങ്കിൽ കൊച്ചുകുട്ടികളുള്ളവർ അവർ മാറ്റണമെന്ന് പറയുന്ന 8 മിനിറ്റ് നീളമുള്ള ഓഡിയോ ക്ലിപ്പാണ് ഇനി പ്ലേ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കൊച്ചുകുട്ടികളെ മാറ്റണമെന്ന് വീണ്ടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഒരു മന്ത്രി ആയതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇത് മുറിക്കാതെ എഡിറ്റ് ചെയ്യാതെ നിങ്ങളുടെ മുന്നിലേക്ക്, പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഇത് കൊണ്ടുവരേണ്ടി വന്നത്. അതിന്റെ ഖേദമുണ്ടെങ്കിലും ഇത്തരം മുഖംമൂടികൾ അഴിച്ചു വേണ്ട സമയമാണ് ഇവിടെ. ഇത്തരം മുഖംമൂടികൾ അഴിഞ്ഞു വീണാൽ മാത്രമേ ഒരു പക്ഷേ ജനാധിപത്യത്തിന്റെ കാവലാൽ, ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിന്റെ നിയമങ്ങൾ സംരക്ഷിക്കപ്പെടുകയുള്ളൂ. രഞ്ജിത്തിലേക്ക് പോകണം. അതിനു മുൻപ് ആ ഓഡിയോ ക്ലിപ്പ് ഒന്നുകൂടി കേട്ടിട്ട് നമുക്ക് ചർച്ചയിലേക്ക് പോകാം. ഞാനിപ്പം ലക്ഷങ്ങൾക്കല്ല, ഞാൻ തന്നെ വിചാരിച്ചു എന്റെ പെണ്ണെന്നെ മാറിയല്ലോ, ഒന്ന് വിളിക്കുവാനില്ല, എന്റെ കിടക്കും. എന്റെ പെണ്ണെ ഞാൻ തലവേദത്തെ എന്റെ കോളേജിലെ ഇവന്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയുള്ള രീതിയിൽ എല്ലാം ഞങ്ങൾക്ക് അദ്ദേഹം നിയമവിരുദ്ധമായ നടപടികൾ അവസാനിപ്പിക്കണമെന്നാണ് ആവശ്യം. ഇക്കാര്യത്തിൽ CPIയുടെ നിലപാട് അവരോട് ചോദിക്കണമെന്നും അബ്ദുൽഖനി മലയാളത്തിലെത്തുന്നത്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ും ശ്രദ്ധേയമാണ്. ഒരു പക്ഷേ ഇതിന്റെ വിവരങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. രഞ്ജിത്ത് ചേരുന്നു തിരുവനന്തപുരം ന്യൂസ് ഡെസ്കിൽ നിന്ന്. രഞ്ജിത്ത്, ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പെൺകുട്ടിയുടെ മാനത്തിന്, ജിഷയുടെ മാനത്തിന് വില പറഞ്ഞ അധികാരത്തിൽ വന്ന സർക്കാർ, ആ സർക്കാരിലെ ഒരു മന്ത്രി, കേരളം ഭരിക്കുന്ന ഒരു മന്ത്രി തന്നെ ഇത്തരത്തിൽ നിലവാരം കുറഞ്ഞ വാക്കുകളുമായി വരുമ്പോൾ ഇനി ആരിലാണ് ജനം പ്രതീക്ഷ വെക്കേണ്ടത്? ലക്ഷ്മി, തീർച്ചയായും രാഷ്ട്രീയ കേരളം ലജ്ജിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്.
ജിഷ വധക്കേസുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളും കോലാഹലങ്ങൾക്കും ശേഷമാണ് ഇതിന്റെ രാഷ്ട്രീയ മുതലെടുപ്പിലൂടെയാണ് ഒരുപക്ഷെ LDF സർക്കാർ അധികാരത്തിലെത്തുന്നത്. അധികാരത്തിലെത്തി ആദ്യ ദിനം തന്നെ സ്ത്രീ സുരക്ഷയാണ് ഈ സർക്കാരിന്റെ ഏറ്റവും പ്രധാന അജണ്ട എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ ചുരുങ്ങിയ കാലയളവിൽ ഒരു വർഷം തികയുന്നതിന് മുമ്പ് തന്നെ ഈ മന്ത്രിസഭയിലെ ഒരു മന്ത്രി തന്നെ കാണാനെത്തിയ അപരയായ ഒരു സ്ത്രീയോട് ലൈംഗിക വീഴ്ചയ്ക്ക് വേണ്ടി ആവശ്യപ്പെടുന്ന തരത്തിലുള്ള വാക്കുകൾ അല്ലെങ്കിൽ അതിന്റെ ഫോൺ രേഖകൾ നമ്മൾ പുറത്തുവിടുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, ഇക്കാര്യത്തിൽ സ്ഥിരീകരണം നൽകുന്നതിനുള്ള മന്ത്രിയുടെ ഫോണാണ്, അദ്ദേഹത്തിന്റെ സംഭാഷണമാണ് എന്ന് തെളിയിക്കുന്ന മുഴുവൻ രേഖകളും, അദ്ദേഹത്തിന്റെ ശബ്ദം മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും മംഗളം കൈവശമുണ്ട്. ഇത് പിന്നീടുള്ള ബുള്ളറ്റിനുകൾ നമ്മൾ പുറത്തുവിടുന്നതായിരിക്കും. ഏതായാലും ഇക്കാര്യത്തിൽ ഒരുപക്ഷെ കേരള രാഷ്ട്രീയം മാത്രമല്ല ഇന്ത്യ ചരിത്രത്തിൽ പോലും ഇത്തരത്തിൽ ഒരു ഭരണതലവൻ ഇത്തരത്തിൽ തന്നെ കാണാനെത്തുന്ന ഒരു സ്ത്രീയോട് ഇത്തരത്തിൽ മോശമായി സംസാരിക്കുന്ന ഒരു കാര്യം, അവരെ ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കുന്ന ഒരു കാര്യം, ഒരു വാർത്ത പുറത്തുവിടുന്നത് ഇന്ത്യ ചരിത്രത്തിൽ തന്നെ മാധ്യമ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ടാകില്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിനകത്ത് ഇടത് മന്ത്രിസഭയ്ക്ക് സ്ത്രീ സുരക്ഷ പറഞ്ഞ് അധികാരത്തിലെത്തിയ ഇടത് മന്ത്രിസഭയ്ക്ക് തീർച്ചയായും പിണറായി സർക്കാരിന് എന്ത് തന്നെയായാലും ഇക്കാര്യത്തിൽ കൃത്യമായ നടപടികൾ എടുക്കേണ്ടി വരുമെന്ന് തന്നെയാണ് നമുക്ക് കരുതുന്നത്. പ്രത്യേകിച്ച് CPM-ന്റെ സംസ്ഥാന സമിതി യോഗം ഇന്ന് തിരുവനന്തപുരത്തുണ്ട്. മുഴുവൻ നേതാക്കളും മന്ത്രിമാരടക്കമുള്ളവർ തിരുവനന്തപുരത്തുണ്ട്. ഉന്നതതല കൂടിക്കാഴ്ചകളും ചർച്ചകളും അല്പസമയത്തിന് ശേഷം നടക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ലക്ഷ്മി, രഞ്ജിത്ത്, ഒരുപക്ഷെ ഇതിന്റെ വിശദാംശങ്ങൾ കേരളം കാത്തിരിക്കുന്നു. ഈ ഞെട്ടിക്കുന്ന വാർത്തയുടെ വിവരങ്ങളുമായി അല്പസമയത്തിനകം മടങ്ങിയെത്താം. ഒരു ഇടവേളയ്ക്ക് ശേഷം